മണൽക്ഷാമം തുടരുമ്പോഴും പലയിടത്തും മണൽ വാരാനുള്ള ലൈസൻസ് ദുരുപയോഗം ചെയ്ത് മണൽ കൊള്ള തുടരുന്നു. അത്തരം ഒരു മണൽ കൊള്ളയുടെ കഥയാണ് ഞങ്ങളുടെ തലശ്ശേരി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. തലശ്ശേരിയിലെ ഇന്ദിരാജി ലേബർ വെൽഫെയർ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ലഭിച്ച വിചിത്രമായ ലൈസൻസ് ഉപയോഗിച്ചാണ് കൊടുവള്ളിപ്പുഴയിൽ നിന്നും ടൺ കണക്കിന് മണൽ കൊള്ള നടത്തുന്നതെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. രാവിലെ ഈ ബംഗാളി തൊഴിലാളികളെ വെച്ചിട്ട് ഇന്ദിരാഗാന്ധി ലേബർ സൊസൈറ്റി എന്ന ഒരു സംഘടനയുടെ പേരിൽ ഇപ്പോൾ 2-3 ആഴ്ചകളായി മണൽ കൊള്ള നടത്തുകയാണ്. തീരത്ത് നിന്നും 10 മീറ്ററും പാലത്തിനടുത്ത് നിന്ന് 200 മീറ്ററും അകലെ നിന്ന് 300 മെട്രിക് ടൺ മണൽ ശേഖരിക്കാനുള്ള ലൈസൻസ് സഹകരണ സംഘത്തിന്റെ കൈവശമുണ്ട്. മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ അനുവാദത്തോടെ പോർട്ട് അധികൃതരാണ് ലൈസൻസ് നൽകിയതെന്ന് ഇന്ദിരാജി ലേബർ വെൽഫെയർ സൊസൈറ്റി അറിയിച്ചു. 7 തോണികൾ ഉപയോഗിക്കാനാണ് അനുമതി. എന്നാൽ 15-ലേറെ തോണികൾ ഉപയോഗിച്ച് വൻതോതിൽ മണൽക്കൊള്ള തുടരുകയാണെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ജൂലൈ 1 മുതൽ 31 വരെയാണ് ലൈസൻസ് കാലാവധി. ഈ ഒരു മാസത്തിനിടയിൽ പരമാവധി മണലൂറ്റുകയാണ് സഹകരണ സംഘത്തിന്റെ ലക്ഷ്യമെന്നും ഇതിനായി ലൈസൻസ് ദുരുപയോഗം ചെയ്യുകയുമാണെന്ന് ആരോപിച്ചാണ് ചൊവ്വാഴ്ച കാലത്ത് CPMന്റെ ആഭിമുഖ്യത്തിലുള്ള ഏതാനും നാട്ടുകാർ പുഴയിലിറങ്ങി മണൽവാരൽ തടഞ്ഞത്. പോർട്ട് അധികാരികൾ മണലെടുപ്പിനുള്ള സ്ഥലം നിർണയിച്ചു നൽകിയിട്ടില്ലെന്ന് തഹസിൽദാർ പറഞ്ഞു. ധർമ്മടം ബോട്ട് ജെട്ടിയിലേക്ക് കടലിൽ നിന്നും ബോട്ടുകൾ എത്തിച്ചേരുന്ന അഴിമുഖത്തെ മണൽ മാറ്റാനാണ് ലൈസൻസ് നൽകിയതെന്ന് അറിയുന്നു. ഇതിന്റെ മറവിലാണ് പാലം പരിസരത്തും കൊടുവള്ളിപ്പുഴയിൽ നിന്നും വൻതോതിൽ മണൽ വാരുന്നത്. നാട്ടുകാരുടെയും തഹസിൽദാരുടെയും ഇടപെടലിനെ തുടർന്ന് മണൽവാരൽ താൽക്കാലികമായി നിർത്തിവെച്ചു. അനധികൃതമായ മണൽവാരൽ നിർത്തലാക്കാൻ ബന്ധപ്പെട്ടവർ എത്രയും പെട്ടെന്ന് നടപടി സ്വീകരിക്കണമെന്ന് ധർമ്മടം പഞ്ചായത്ത് പ്രസിഡന്റ് PM പ്രഭാകരൻ ആവശ്യപ്പെട്ടു.